പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ ഇന്ധനവിലയെയും വിതരണത്തെയും ബാധിക്കുമ്പോൾ ഇന്ത്യയിൽ പാചകവാത മേഖലയിലും പ്രതിസന്ധികൾ രൂപപ്പെട്ടിരുന്നു. സാധാരണക്കാരുടെ അടുക്കള മുതൽ വൻകിട ഹോട്ടലുകളെ വരെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ പാചക മേഖലയിൽ സൃഷ്ടിച്ച പ്രതിസന്ധി തുടരുന്നതിനിടെ നിർണായക ഉത്തരവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ ഗ്യാസ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ പല ഹോട്ടലുകളും പൂട്ടിക്കഴിഞ്ഞു. വിറകാണെങ്കിൽ വില കൂടി, കിട്ടാനുള്ള ബുദ്ധിമുട്ടും പലരും പറയുന്നുണ്ട്. ഇതിനു പുറമെ ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവർക്കും പണി കിട്ടി തുടങ്ങി. അവിടെയും വില കൂടിയതായിട്ടുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. പാചകവാതകത്തിന്റെ ലഭ്യത കുറവും കിട്ടാതിരിക്കുന്നതൊക്കെ ഒരു അവസ്ഥ ഹോട്ടൽ വ്യവസായത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇത് ഒട്ടേറെ തൊഴിലാളികളുടെ ഉപജീവനത്തെയും ബാധിക്കുന്നതാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ആ നിർണായക തീരുമാനം എന്താണെന്ന് നോക്കാം. പൈപ്പഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG സൗകര്യം ലഭ്യമായ പ്രദേശങ്ങളിൽ ഉപഭോക്താക്കൾ അതിലേക്ക് മാറിയില്ലെങ്കിൽ LPG വിതരണം നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇതിനായുള്ള സമയപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. മാർച്ച് 24-ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം പ്രദേശത്ത് PNG ലഭ്യമാണെന്ന അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനകം ഉപഭോക്താക്കൾ അതിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവർക്ക് LPG സിലിണ്ടറുകൾ ലഭിക്കില്ല. ഇതൊരു അപ്രതീക്ഷിതമായ നീക്കമായി കാണാനാവില്ല. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം കാരണം ഇന്ത്യയിലേക്കുള്ള LPG വിതരണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിപണിയിലെ ഈ തടസ്സങ്ങൾ മറികടക്കാൻ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതും കൂടുതൽ വിശ്വസനീയമായ PNGയിലേക്ക് ഉപഭോക്താക്കളെ മാറ്റാനുമൊക്കെയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ ശ്രമിക്കുന്നത്. സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കി നേരിട്ട് അടുക്കളകളിലേക്ക് പൈപ്പ് വഴി ഗ്യാസ് എത്തുന്ന സംവിധാനമാണ് പൈപ്പഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG. അധികാരപ്പെടുത്തിയ ഏജൻസി ഒരു വീട്ടിൽ PNG ലഭ്യമാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉപഭോക്താവിന് ഉണ്ടായിരിക്കില്ല. അറിയിപ്പ് ലഭിച്ച 3 മാസത്തിന് ശേഷം ആ വിലാസത്തിലേക്കുള്ള LPG വിതരണം നിർത്തലാക്കുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. സാങ്കേതികമായ കാരണങ്ങളാൽ PNG കണക്ഷൻ നൽകാൻ സാധിക്കാത്ത ഇടങ്ങളിൽ മാത്രമേ LPG വിതരണം തുടരുകയുള്ളൂ. ഇതിനായി വിതരണക്കാരനിൽ നിന്ന് NOC വാങ്ങേണ്ടതുണ്ട്. എസൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഈ പുതിയ ചട്ടങ്ങൾ രാജ്യത്തുടനീളം ഗ്യാസ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നത് വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. പൈപ്പ് ലൈൻ ഇടുന്നതിനുള്ള അനുമതികൾ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണം. വൈകിയാൽ അത് അംഗീകരിച്ചതായി കണക്കാക്കും. ഹൗസിംഗ് കോംപ്ലക്സുകളിൽ 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ അനുമതി നൽകണം. അപേക്ഷിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ PNG കണക്ഷൻ നൽകിയിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഇനി നടപടികളെയും പിഴകളെയും കുറിച്ചുകൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. നിയമം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് വിപുലമായ അധികാരം നൽകിയിട്ടുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ സിവിൽ കോടതിക്ക് സമാനമായ അധികാരം ഉദ്യോഗസ്ഥർക്കുണ്ടാകും. അനുമതി ലഭിച്ച് 4 മാസത്തിനുള്ളിൽ പണി തുടങ്ങാത്ത കമ്പനികൾ പിഴ നൽകേണ്ടി വരും. പുതിയ ഉത്തരവിലൂടെ സർക്കാരിന്റെ ലക്ഷ്യം വ്യക്തമാണ്. PNG സൗകര്യമുള്ള ഇടങ്ങളിൽ നിന്ന് LPG സിലിണ്ടറുകൾ ഒഴിവാക്കി പൈപ്പ് ലൈൻ ഇല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലേക്ക് അവ തിരിച്ചുവിടുക. ഈ പ്രതിസന്ധി ഒരു അവസരമാക്കി മാറ്റുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും തടസ്സമില്ലാത്ത ഗ്യാസ് വിതരണത്തിന് ഈ സംവിധാനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. നമുക്കറിയാം, ഇപ്പൊ ഗ്യാസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പേര് ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് മാറി ജോലിക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസിക്കുന്നവര് ഹോട്ടൽ ഭക്ഷണവും അതുപോലെ ഓൺലൈൻ ഡെലിവറിയൊക്കെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. ഈ പറഞ്ഞ 2 സംവിധാനം വഴിയും ഭക്ഷണം ആശ്രയിച്ചിരുന്നവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടി കഴിഞ്ഞു. ഓൺലൈൻ ഭക്ഷണത്തിനാണെങ്കിൽ വില കൂടി. മാത്രമല്ല, അതിൻ്റെ ഒരു ലഭ്യത കുറവും കിട്ടാനുള്ള കാലതാമസവും എല്ലാം വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും ഉണ്ടാകുന്നത്. പലരും ഈ ജോലിയൊക്കെ മതിയാക്കി തിരിച്ചു പോയവരുണ്ട്. ഈ ഹോട്ടലൊക്കെ അടച്ചു പൂട്ടിയപ്പോൾ അവിടെ നിന്ന് പല തൊഴിലാളികളുടെയും ഉപജീവന മാർഗം മുടങ്ങിക്കഴിഞ്ഞു. അത്തരം വാർത്തകളെല്ലാം നേരത്തെ വന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ ഉത്തരവ് ഇപ്പോഴുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും.